മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ എല്ലാ പേരുടെയും പ്രിയപ്പെട്ട മഞ്ജു വാര്യർ. മലയാളികളുടെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് മഞ്ജു എന്ന് വേണമെങ്കിൽ പറയാം. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങി സൂപ്പർ സ്റ്റാറുകൾ കഴിഞ്ഞാൽ അടുത്തതായി തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം മഞ്ജു വാര്യർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ അഹങ്കാരം തന്നെയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കുട്ടിക്കാലം മുഴുവൻ നൃത്തവേദികളിൽ തിളങ്ങിയ ഒരു കലാതിലക പട്ടം അണിഞ്ഞ താരസുന്ദരി തന്നെയാണ് മഞ്ജു. ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന, സിനിമയുടെ കൊടുമുടികളിൽ നിന്ന ഒരു മഹാനായിക തന്നെയായിരുന്നു മഞ്ജു. പിന്നീട് വിവാഹ ജീവിതത്തോടുകൂടി താരം സിനിമയിൽ നിന്നും വിട പറഞ്ഞു. അഭിനയത്തിൽ നിന്നും വിട പറഞ്ഞ് ഭർത്താവിനും കുഞ്ഞിനുമായി ജീവിതം മാറ്റിവെച്ച നല്ലൊരു വ്യക്തി കൂടിയായിരുന്നു മഞ്ജു വാര്യർ. പക്ഷേ പിന്നീട് തൻ്റെ കുടുംബജീവിതം സംഘർഷത്തിലേക്ക് പോയപ്പോൾ ആ ഒരു കുടുംബജീവിതം മഞ്ജുവിന് വേണ്ട എന്ന് വെക്കേണ്ടി വന്നു. പിന്നീട് അതിനുശേഷം ഒരുപാട് വിഷമങ്ങൾ അലട്ടിയിരുന്ന സമയത്ത് വീണ്ടും മഞ്ജു നൃത്തവേദിയിൽ സജീവമായി. അവിടെ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന മഞ്ജു വീണ്ടും സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് സജീവമായി. വർഷങ്ങൾക്ക് ശേഷം മഞ്ജു സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അത്രയധികം ആരാധകരാണ് മഞ്ജുവിനെ സ്വീകരിക്കാനായി എത്തിയിരുന്നത്. വലിയൊരു തിരിച്ചുവരവ് തന്നെ മഞ്ജുവിന് സിനിമയിൽ ലഭിച്ചു. ഇന്ന് കോളേജ് കുമാരികളുടെ പ്രചോദനം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഹരം തന്നെയാണ് മഞ്ജു എന്ന് പറയാം. സ്ത്രീകളെന്ന് പറയുന്നവർക്ക് ഏറ്റവും വലിയ പ്രചോദനം നൽകുന്ന, ജീവിതത്തിൽ തോറ്റുപോയവർക്ക് ഏറ്റവും വലിയ ശക്തി നൽകുന്ന ഒരു വ്യക്തി, അത് തന്നെയാണ് മലയാളത്തിലെ മഞ്ജു എന്ന് എല്ലാ പേരും എപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴിതാ നടനും സംവിധായകനുമായ പാർത്ഥിപൻ മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. പാർത്ഥിപന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മഞ്ജു വാര്യരും ഞാനും തമ്മിൽ മുൻപ് പരിചയമൊന്നുമില്ല. എൻ്റെ കഥൈ തിരക്കഥൈ വാസനം എന്ന സിനിമ കണ്ട് മഞ്ജു എൻ്റെ ഫോൺ നമ്പർ തേടി കണ്ടുപിടിച്ച് എന്നെ അഭിനന്ദിക്കാൻ വിളിച്ചിരുന്നു. ഒത്തുചിരിപ്പ് എന്ന സിനിമ അവർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ടിരുന്നെങ്കിൽ അവരെന്നെ വിളിച്ച് അഭിനന്ദിച്ചേനെ. നമ്പറല്ല, എൻ്റെ ഫോൺ തന്നെ തരാം, നിങ്ങൾ നേരിട്ട് ഡയൽ ചെയ്തോളൂ എന്നും ചിരിച്ചുകൊണ്ട് പാർത്ഥിപൻ പറയുന്നു. ഇങ്ങനെ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നാൽ, ഒരു സിനിമ കണ്ട് സിനിമ നല്ലതാണെന്ന് പറയാൻ ഒരു നല്ല മനസ്സ് വേണം. അതാണ് നമ്പർ തേടി കണ്ടുപിടിച്ച് എന്നെ മഞ്ജു വിളിച്ചത്. തമിഴ്നാട്ടിൽ കൃപാനന്ദ വാര്യർ എന്നൊരാളുണ്ടായിരുന്നു. കൃപാനന്ദ വാര്യരും മഞ്ജുവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കൃപാനന്ദ വാര്യർ ആത്മീയ പ്രഭാഷകനാണ്. മഞ്ജു വാര്യർ ആത്മീയത പ്രസംഗിക്കുന്നില്ല. പകരം പെണ്ണിൻ്റെ ശക്തി എന്താണ്, അഴകെന്താണ് എന്നതിൻ്റെ തെളിവാണ് മഞ്ജു. ഉദാഹരണത്തിന് ഒരു കമ്പി, അത് ചുമ്മാതിരുന്നാൽ തുരുമ്പ് പിടിക്കും. എന്നാൽ അതിനുള്ളിലൂടെ ഒരു ചെറിയ വൈദ്യുതി ഇരുന്നാൽ അത് തുരുമ്പിക്കില്ല. ഒരു പെണ്ണ് പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അവളുടെ കഴിവുകളെല്ലാം നശിച്ചു പോകും. തന്നിൽ സ്ത്രീത്വത്തിൻ്റെ ബോധമുള്ള ഒരാൾ ആണെങ്കിൽ മഞ്ജുവിനെ പോലെ നല്ല സുന്ദരിയായി എനർജറ്റിക്കായി ഇരിക്കും. കമ്പിക്കുള്ളിലെ കറണ്ട് പോലെയാണ് നിങ്ങളുടെ ഉള്ളിലെ എനർജി. നിങ്ങളുടെ സിനിമ, നിങ്ങളുടെ അഭിനയമൊക്കെ കാണുമ്പോൾ ഒക്കെ അഭിമാനം തോന്നുന്നു. ഒരു പെണ്ണ് തൻ്റെ ഉള്ളിൽ ശക്തിയെ എങ്ങനെ തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മഞ്ജു വാര്യർ എന്നും പാർത്ഥിപൻ പറയുന്നുണ്ട്.